ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ദുരൂഹ സാഹചര്യത്തിൽ കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, പിന്നെ നമ്മുടെ അമ്പാൻ. അപ്പോൾ ഇവർ 3 പേരും അഭിനയിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ്. അപ്പോൾ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ തന്നെയാണ് റൈറ്ററും. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏത് ട്രീറ്റ്മെൻറ്റ് നൽകണം എന്നത് ഡയറക്ടേഴ്സ് കോളാണ്. നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ള പല പടങ്ങളും അങ്ങനെ തന്നെയാണ്. ചില സംവിധായകർക്ക് അതിൽ തെറ്റും പറ്റാറുണ്ട്. അങ്ങനെ നമ്മുടെ സംവിധായകനായ പൊതുവാളിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയ ഒരു പടമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഒരുപാട് അനുഭവിച്ച നമ്മുടെ നായകൻ്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾ അവസാനം ബേൺ ഔട്ട് ആവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ മൊത്തത്തിൽ വരുന്ന ഒരു സെക്കൻഡ് ഹാഫ്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാണ് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ. പക്ഷേ എന്നാൽ അതിനുള്ളൊരു ബേസ് നമ്മൾ ഫസ്റ്റിലിടണം, ആദ്യമേ ഇടണമായിരുന്നു. അതിവിടെ മിസ്സിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാം പകുതി പിന്നെ ക്ലൈമാക്സ് എല്ലാം നമുക്ക് വർക്കാവാണ്ട് പോകും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് മൊത്തത്തിൽ വർക്കായില്ല. ഇപ്പോൾ പ്രതികരിക്കാൻ അറിയാത്ത ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ മുതലെടുക്കുന്നവർ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്കൂൾ കാലങ്ങളിൽ ആണെങ്കിലും ഈ ബുള്ളിങ് ആയിട്ടുള്ള ഗ്യാങ്സ് അതുണ്ടാവും. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ തസ്തികയിൽ ജോലി കൂടാതെ വീണ്ടും പിന്നെ ഈ അടിമപ്പണികളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ മേലുദ്യോഗസ്ഥനായാലും കീഴുദ്യോഗസ്ഥനായാലും ഒരു മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ പ്രണയം പോയിട്ടൊരു പെൺതുണ പോലും ഈ നല്ല പ്രായത്തിൽ കിട്ടി കാണില്ല. അപ്പോൾ ഒരു ഭാര്യ വേണം, ജീവിതം വേണം എന്ന ആഗ്രഹത്തിലൊക്കെ പോകുന്ന ഒരാൾ. നമ്മുടെ നായകൻ ഈ ഒരു ഗണത്തിൽ പെടുന്ന ആളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 12 വർഷമായിട്ട് കിടപ്പിലായ ചേട്ടനെ കൂടിയിട്ട് ഇയാൾക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഈ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ജീവിതം എന്താവും? അപ്പോൾ ഈ സന്തോഷം, ഹാപ്പിനെസ് എന്നൊക്കെ ഉള്ളത് ഗസ്റ്റ് റോളിൽ മാത്രം എത്തുന്ന ഒരുവൻ്റെ ജീവിതം ആണ് സിനിമ പറയുന്നത്. സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് എവിടെയോ എന്തൊക്കെയോ കിളി പോയ അവസ്ഥ അത് ഉടനീളം പടത്തിൽ കാണാം. പിന്നെ കിടിലം പെർഫോമൻസ് ചെയ്യാനുള്ള വകുപ്പുള്ള റോളാണ് എന്നതാകും ഈ സിനിമ അഭിനയിക്കാനും നിർമ്മിക്കാനും ചാക്കോച്ചനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു മേക്ക് ഓവറൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം എന്നാ താൻ കേസ് കൂടിൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൽ നടത്തിയിട്ടുള്ളൊരു മേക്ക് ഓവർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ വേറൊരു ടൈപ്പിലുള്ള മേക്ക് ഓവറാണ്, വെപ്പുവല്ലൊക്കെയാണ് വെച്ചിട്ടുള്ളത് ചാക്കോച്ചൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ടായിരിക്കും ചാക്കോച്ചൻ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. പുള്ളി അപാര പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ഒരു ക്യാരക്ടർ വളരെ ഡീപ്പായിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു കൊറിയൻ പടം കണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ പടം ഈ ജെൻഡർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആകും. എന്നാൽ ഇവിടെ അതൊന്നുമല്ല നടക്കുന്നത്. നമ്മുടെ ദിലീഷ് പോത്തൻ അടിപൊളിയായിരുന്നു. അതുപോലെ സജിൻ ഗോപു ഈ പൈങ്കിളിയിലത്തെ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ആള് ഒരുവിധം കുഴപ്പമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിദംബരം ചെയ്യേണ്ട റോള് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അതായത് ഒരു ലേഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആളുടെ. അതിന് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഒക്കെ വേണം. ഇപ്പം ഈ ഡ്രൈ ഹ്യൂമറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അത്ര സുഖമുള്ളൊരു നരേഷനല്ല പടത്തിനുള്ളത്. സംഭവം ഒരു വൺ ടൈം വാച്ചബിളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു ഇപ്പം എന്നാ താൻ കേസ് കോഡ് എന്നൊരു പടമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു സംഭവമായിപ്പോയി. എന്തായാലും സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.